മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി പരസ്യമാക്കിയ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ കൂടെ കൂട്ടാൻ സിപിഐഎം. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പുകഴ്ത്തിയും പ്രഖ്യാപിച്ച സീറ്റുകളിൽ മാറ്റം വന്നേക്കാമെന്നും സിപിഐഎം വ്യക്തമാക്കി. ലീഗിലെ അസംതൃപ്തി അനുകൂലമാക്കുമോ എന്ന് നോക്കുമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതികരിച്ചു. അത് MLA ആയിട്ടുണ്ട്. MLA ആകുക മാത്രമല്ല, ലീഗിന്റെ പ്രയാസ ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിന്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അസംതൃപ്തനായി എന്നത് ചെറിയൊരു കാര്യമില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ MLA-മാരെ കിട്ടാൻ സഹായകരമായ ഒരു പശ്ചാത്തലം എവിടെ രൂപപ്പെട്ടു വന്നാലും അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഒരു സംശയമില്ല, ലീഗിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ജില്ലയിലെ പൊതു സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള അസംതൃപ്തി ഉണ്ട്. ആ അസംതൃപ്തി ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാമോ എന്ന് നമ്മൾ പരിശോധിക്കുമല്ലോ. അതേസമയം LDF സ്ഥാനാർത്ഥിയായേക്കുമെന്ന റിപ്പോർട്ടുകൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി നിഷേധിച്ചില്ല. ലീഗിൽ ഉറച്ചു നിൽക്കുമോ എന്ന ചോദ്യത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി പ്രതികരണം നൽകിയില്ല. ഞങ്ങൾ ഈ പരിസരത്തൊക്കെയുള്ള CPM നേതാക്കന്മാരുമായി എനിക്ക് നല്ല സൗഹൃദമല്ലേ. സൗഹൃദമുള്ള ആളുകളുണ്ടല്ലോ ഇവിടെയൊക്കെയുള്ള ആളുകൾ. അവർ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായാലും അവർ പ്രതികരിച്ചിട്ടുണ്ടാവും. അല്ല, അങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾ ആ വക ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവില്ല. അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗ് വിടില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24-നോട് പറഞ്ഞു. അതേസമയം താനൂരിൽ മന്ത്രി V അബ്ദുറഹ്മാൻ മത്സരിക്കില്ല. സ്ഥാനാർത്ഥിയാകണമെങ്കിൽ മണ്ഡലം മാറണമെന്നാണ് നിലപാട്. ദീപക് ധർമ്മടം, ഒപ്പം ഗോകുൽ K വേണുഗോപാൽ വിശദാംശങ്ങളുമായി. ദീപക്, ഇതിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി അതൃപ്തിയിലാണ് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായതാണ്. അപ്പോൾ ആ സാഹചര്യം മുതലെടുക്കുക എന്നതിലേക്ക് CPIM കടന്നിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചന ദീപക് അത് വാർത്ത ബ്രേക്ക് ചെയ്ത് നൽകിയതാണ്. പൊളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ നേതൃത്വത്തിലാണ് അതിനുള്ള കൂടിയാലോചനകൾ നടക്കുന്നത്. തൊട്ടു പിന്നാലെ A വിജയരാഘവന്റെ വാർത്താ സമ്മേളനം. അദ്ദേഹം അത് പൂർണ്ണമായും ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അനുജ പറഞ്ഞു തന്നെയാണ്. 24 ആണ് വാർത്ത കൃത്യമായി ബ്രേക്ക് ചെയ്യുന്നത്. ലീഗുമായി ഔദ്യോഗികമായി CPIM ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ആ ചർച്ചയുടെ പരിണിത ഫലം എന്താകുമെന്നുള്ളതും കൃത്യമായി പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് A വിജയരാഘവൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇപ്പോൾ നടക്കുന്നത് രണ്ടത്താണി എവിടെ മത്സരിക്കണം എന്ന കാര്യത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി തന്നെ തീരുമാനമെടുക്കണം. അതിന് കോർട്ട് ഇപ്പോൾ CPIM നേതൃത്വം അദ്ദേഹത്തിന് മുൻപിലേക്ക് പന്ത് കൊടുത്തിരിക്കുന്നു. ഇനി അദ്ദേഹം തീരുമാനിക്കും. തിരൂരങ്ങാടിയിൽ മത്സരിക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് CPIM-ന്റെ നിലപാട്. പക്ഷേ എന്നാൽ താനൂർ, തിരൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, ഇത്രയും മണ്ഡലങ്ങൾ, വള്ളിക്കുന്ന് മണ്ഡലത്തിലും CPM സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. ഇടതു സ്വതന്ത്രൻ മത്സരിക്കുമെന്ന് തീരുമാനിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഈ മണ്ഡലങ്ങൾ ഏതിലും എങ്ങനെയാണോ അബ്ദുറഹ്മാൻ രണ്ടത്താണി ആഗ്രഹിക്കുന്നത് ആ നിലയിലായിരിക്കും ഈ CPIM-ന്റെ തീരുമാനം. CPIM-ന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് PB അംഗം വിജയരാഘവൻ പങ്കെടുത്ത് തന്നെ നടന്നു. ഇതിൽ കരുനീക്കങ്ങൾ നടത്തുന്നത് A വിജയരാഘവൻ നേരിട്ടാണ്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അനിൽ, അതുപോലെ ജില്ലയിലെ മുതിർന്ന നേതാവും സെക്രട്ടേറിയറ്റ് അംഗവുമായ E ജയൻ, ഇവർ 3 പേരും ചേർന്നാണ് ഇതിലെ കരുനീക്കങ്ങൾ നടത്തുന്നത്. ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ രാഷ്ട്രീയ അന്തഛിദ്രത്തെ, ലീഗിലെ പ്രശ്നത്തെ, UDF-ലെ പ്രശ്നത്തെ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് CPIM ലക്ഷ്യമിടുന്നത്. അതിൽ CPIM-ന് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാനുള്ളത് ലാഭം എന്നുള്ളതാണ് രാഷ്ട്രീയമായ നിലപാട്. മാത്രവുമല്ല, അല്പസമയം കഴിഞ്ഞ് രണ്ടത്താണിയുമായി വീണ്ടും CPIM നേതാക്കൾ സംസാരിക്കും. ആ സമയത്തേക്ക് രണ്ടത്താണി അതിൽ ചോയ്സ് ഏതെന്ന് പറഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അല്പം മുൻപും മലപ്പുറത്തെ മുതിർന്ന CPIM നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അവരിതിനെ കാണുന്നത് ഒരു ജനകീയനായ MLA നേതാവ്, അദ്ദേഹത്തെ പാർട്ടി തഴയുന്നു മറ്റെന്തിൻ്റെയോ പേരിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അഭയം നൽകുക, അദ്ദേഹം സ്വതന്ത്രമായ നിലപാടെടുക്കുമ്പോൾ അതിനെ പിന്തുണക്കുക. അതായത് രണ്ടത്താണിയെ CPIM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കില്ല, രണ്ടത്താണി സ്വതന്ത്രമായ നിലപാടെടുക്കും, അതിന് CPIM-ഉം LDF-ഉം പിന്തുണയ്ക്കും. ഈ രാഷ്ട്രീയ നിലപാടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ചർച്ചകൾ 2 ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. ഇനി അതിൽ തീരുമാനങ്ങളിലേക്കാണ് വരേണ്ടത്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അനുജ, ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് എന്താണ്? അദ്ദേഹം അങ്ങനെ ലീഗ് വിടില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ അത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ആ തരത്തിലേക്കൊരു ഔദ്യോഗിക പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അവരെന്താണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്? ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടത്താണി MSF-ലൂടെ വന്ന ലീഗിന്റെ ഒരു അനിഷേധ്യനായ നേതാവാണ്.
പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ, മറ്റ് സമുദായത്തിൽ, തീരദേശ മേഖലയിൽ എല്ലാം തന്നെ വലിയ ജനസ്വാധീനമുള്ള നേതാവ് തന്നെയാണ്. മാത്രവുമല്ല, ലീഗിനകത്ത് പി.കെ. കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിൻ്റെ ഒപ്പം ഉറച്ചു നിന്നിരുന്ന നേതാവാണ്. കുഞ്ഞാലിക്കുട്ടി പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിന്നിരുന്ന ഒരു രണ്ടത്താണിയെ ഞാൻ ഓർക്കുന്നുണ്ട്. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ദയനീയമായി തോൽവി കെ.ടി. ജലീലിനോട് ആദ്യമായി ഏറ്റുവാങ്ങിയ ദിവസം, അത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം ലീഗ് നേതാക്കൾ ആരും കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് പോകാത്ത സമയത്ത് രണ്ടത്താണി പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിൽക്കുന്നത് നേരിട്ട് കണ്ടൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിൻ്റെ ഒരു പ്രധാനിയായ ജനപ്രതിനിധിയും നേതാവുമാണ് മലപ്പുറത്ത് രണ്ടത്താണി. ആ രണ്ടത്താണി ലീഗ് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പലതും പുറത്തറിയലും അല്ലെങ്കിൽ മറ്റു പലതും നഷ്ടപ്പെടലുമാണ്. അതുകൊണ്ട് രണ്ടത്താണിയുടെ പോക്ക് തടയാൻ ലീഗ് എന്തിനും തയ്യാറാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. PMA സലാം നമ്മുടെ പ്രതിനിധി ഗോകുലുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതും വിട്ടുപോകില്ല, പാർട്ടി വിടില്ല എന്നുള്ളതാണ്. കാരണം രണ്ടത്താണി ഒരു സീസൺഡ് ലീഗ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം എപ്പോഴും ലീഗാണ് അടിമുടി. അങ്ങനെയുള്ള ഒരാൾ ലീഗ് നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരെ ശബ്ദിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് അണികൾക്കിടയിൽ വലിയ ചർച്ചയാകും. മാത്രമല്ല, നേതാക്കൾക്കും പലതും പറയേണ്ടി വരും. രണ്ടത്താണി ചിലത് തുറന്നു പറഞ്ഞാൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടത്താണി പോകുന്നത് മുടക്കുക എന്നുള്ളത്, രണ്ടത്താണിയെ അനുനയിപ്പിക്കുക എന്നുള്ളത് ലീഗിന്റെ പ്രഥമമായ ലക്ഷ്യമായിരിക്കും, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിൻ്റെത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.